കായം യാവും തന്നാലെ ആറിപ്പോകും മായം പൊന്മാനെ പൊന്മാനെ. ഹേ ഗായ്സ്, ഇത് കൊടൈക്കനാൽ ഡേ 1-ൻ്റെ പാർട്ട് 2 വ്ളോഗാണ്. പാർട്ട് 1 ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് വിസിറ്റ് ഔട്ട് മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഗുണ കേവിലേക്കാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല ഫോഗ് ഉണ്ടായിനി. അങ്ങനെ നമ്മൾ സൂസൈഡ് പോയിന്റിലെല്ലാം പോയിട്ട് നേടി ഗുണ കേവിലേക്ക് എത്തി. അപ്പോൾ വ്യൂ അടിപൊളിയായിട്ടുണ്ടായിന്. ഫസ്റ്റ് ഒന്ന് എന്തോ കാണുന്നുണ്ടായിട്ടാ. അങ്ങനെ ഗുണ കേവിന് ഇതിന് മീത് ചെറിയൊരു കുരങ്ങനുണ്ടായിന്. കാണാൻ നല്ല ക്യൂട്ട് ഉണ്ടായിന്. നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം നല്ല ആളും ഉണ്ടായിന് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ സ്ഥലമാണ് ഗൈസ്. കുട്ടേട്ടാ സുഭാഷി ഡിഫറെന്റ്. ഹായ് മൈൻഡ് ആക്കാതെ പോ നോക്ക്. അങ്ങനെ അവിടെ തീയെല്ലാം ഇട്ടിട്ടുണ്ടായി. കയ്യിൽ കുറച്ച് ചൂടെല്ലാം പൊടിച്ച് അങ്ങനെ നമ്മൾ നേരെ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ എല്ലാവരും പിക്ക് അങ്ങനെ എടുക്കാനെല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം എടുത്ത് അങ്ങനെ അടുത്ത വ്യൂ ആണ് പറയേണ്ടത്. സൂപ്പർ. അതെല്ലാം ആസ്വദിച്ച് പോകാൻ അടിപൊളിയായിരുന്നു. നോക്കൂ ഇവിടെ സ്ലിപ്പാന്നാണ് പറയുന്നത്. സ്ലിപ്പാവും. എന്നെ ഹെൽപ്പാക്കാൻ നമ്മളോട് സൂര്യ വന്നിട്ടുണ്ട് ഗൈസ്. നോക്കൂ ഗൈസ്, ഞാൻ പറഞ്ഞത് കുറച്ച് ബെറ്ററായി തോന്നി. എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. അത് വേറെ ആൾക്കാരാണ്. അങ്ങനെയാകുമ്പോൾ ഇങ്ങനെ കയറുമ്പോൾ അവിടെ കുരങ്ങന്മാരെന്ന് പറഞ്ഞെങ്കിൽ അത്ര ഉണ്ടായിന്. എല്ലാവരുടെ ബാഗും അത് ഇതെല്ലാം കൊണ്ടിട്ട് അവിടെ നോക്ക്. ഒരു പെണ്ണുങ്ങളെ കുപ്പിയും പിടിച്ചിട്ട് ഇരുന്നീന്. ഇത് കോമഡി ആയിരുന്നു. ആ പെണ്ണുങ്ങൾ അവിടെ ഓരോ ബോട്ടിൽ നോക്കിയിട്ട് നിൽക്കുന്നു. പക്ഷെ അതിലത്തെ വെള്ളം എടുത്തിട്ട് കുടിച്ചിട്ട് അതിനാ വരുന്നു. വാട്ടർ ബോട്ടിലായി. ഇതാ നമ്മളെ ഗൈസ് കുരങ്ങൻ ആക്രമണം. ഇവിടെ നോക്ക്, കുരങ്ങനുമായി അഭ്യാസമാണ്. അഫ്രി വലിയ ഷോ ആക്കുന്നുണ്ട്. ഓന് പേടിച്ച് കുരങ്ങനെ പഠിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. കുറച്ചു നേരം അവരെ ചെയ്തോളൂ ഗൈസ്. ആ കുരങ്ങൻ ഭയങ്കര അതാണ് ഫോൺ കണ്ടിരുന്നത്. മീത്ത അഫ്രിയും കുറച്ച് ആളെല്ലാം ഉണ്ടാകുമ്പോൾ ഉറമേക്കൽ ഇങ്ങനെ പോവാ ഇങ്ങനെ. അങ്ങനെ അഫ്രി പഠിച്ച സീനായിരുന്നു അത്. അങ്ങനെ നമ്മൾ വരുമ്പോൾക്ക് എല്ലാവരുടെ ബാഗ്, ഫോണ്, ഷാള് എല്ലാം കൊണ്ടുവന്നു. നമ്മ ഇങ്ങനെ ഉറക്ക പൊടിച്ചിട്ടാണ് ഇതാക്കും എന്ന് മാം പറഞ്ഞു തരും. വാട്ടർ ബോട്ടിൽ കൈ മുടിച്ചിട്ടുണ്ട് മാം. ഇവിടെ എന്ത് മാം സംഭവം? പട്ടാപ്പകൽ മോഷണം. നിങ്ങൾക്ക് അറിയാമോ ഇതെല്ലാം എന്തിനാ കൂടി നിൽക്കുന്നേന്ന്? അറിയോ? ആടെ ഒരു കുരങ്ങന് ഒരു ചേച്ചിനല്ല കൊറേ ചേച്ചിന്റെ ബാഗ് എടുത്ത് ആടുന്ന് സിപ്പ് തുറന്നിട്ട് എല്ലാ സാധനവും താഴേക്ക് ഇടുന്നത്. അതിന് വെയിറ്റ് ചെയ്യുന്നതാണ്. ബാഗാണ് എടുത്തത്. ഷാൾ ഗൈസ് കണ്ടു.
ഷാളാട് തൂങ്ങിട്ട് ഷാള് വരെ എടുത്തിട്ട് പോയിന് ഗൈസ്. നിങ്ങൾക്കറിയാമോ ഇവിടെ എന്തിനാ എല്ലാരും കൂടി നിക്കുന്നേന്ന്? നസ്രി, ഇവിടെ എന്ത് സംഭവം? ഇത് എന്ത് നമുക്കറിയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാതെ കുറച്ച് ഷോർട്ട് ആക്കിട്ട് പറയേ. ഉഷമാൻ പറയേ ഷോർട്ടാക്കിട്ടാ അത്രയാണ് ഇവിടെ സംഭവം. ഗൈസ് ഓരോന്ന് കിട്ടുന്നതാണ് ഓരോ സന്തോഷം. നോക്ക് ഗൈസ് ഇങ്ങനെ എടുക്കുന്നേ. ഗൈസ് പായപടി റെഡിയാണ്. ഗൈസ് അങ്ങനെ ഗുണ കേവല കണ്ട് അപ്പൊ നമ്മൾ നേരെ പോന്നു. ഇവിടെ ഹൗസ് ബോട്ടിങ്. ഗുണ കേവ് എങ്ങനെ ഉണ്ടായി? അത് സീരിയസ്. അവിടെ ഒരു പപ്പീനെ നോക്ക്. ഇത് ഈ സ്ഥലത്തിന്റെ പേരെന്ത്? ഈ സ്ഥലത്തിന്റെ പേരെന്ത്? പൈൻ ഫോറസ്റ്റിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. വെൽക്കം ആക്കാൻ ഇവിടെ ഒരു കൊല്ലം ചേട്ടനുണ്ട്. ഗൈസ് അട്ടയുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് ചേട്ടൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഗൈസ് പൈൻ ഫോറസ്റ്റ് ആർക്കും വായിക്കണം വായിച്ചോ. ഗൈസ് അങ്ങനെ ഗുണാക്കി വേണ്ടിയില്ലേ ആടെ ഫുള്ള് ഹാഫ് ടൈം നമ്മൾ കുരങ്ങൻ്റെ ബാക്കിലുണ്ടായിന്. അത് കൊണ്ടുവന്ന് ഇത് കൊണ്ടുവന്ന് അതിനെ നോക്കുന്ന അതിനെ പേടിക്കുന്ന അങ്ങനെയല്ല ആയിട്ട്. പിന്നെ വൈബും ഉണ്ടായിന്, അടുത്ത വ്യൂ നല്ല ഉണ്ടായിന്. ആടെയാണ് കുറച്ച് കൂടി അധിക സമയം ഉണ്ടായി. അങ്ങനെ ആടുന്ന ഒരു 10 to 15 മിനിറ്റ്സിൽ നമ്മൾ പൈൻ ഫോറസ്റ്റിലെത്തിന്. ഇവിടെ നിറച്ചും ട്രീസ് അത്ര തന്നെ ഉണ്ടായിന്. നമ്മൾ അധികം ഇവിടെ എക്സ്പ്ലോർ ആക്കാൻ നിന്നിട്ടാ നമുക്ക് ബോട്ടിങ്ങിൻ്റെ അവിടെ പോകാനുണ്ടായിന്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ 2 റീലെടുത്ത് കുറച്ച് ഫോട്ടോസ് എടുത്ത് അങ്ങനെ നമ്മൾ നേരെ ബോട്ടിങ്ങിന് പോയി. കാറ് ആൻഡ് അങ്ങനെ ഗുണ കേവ്, പൈൻ ഫോറസ്റ്റ് എല്ലാം നോക്കിയിട്ട് നമ്മൾ നേരെ ബോട്ടിങ്ങിൻ്റെ അവിടെ എത്തി. അപ്പോൾ എടുത്ത വ്യൂ എല്ലാം നിങ്ങൾ കണ്ടിട്ട് പോകാം. നമ്മ ഇവിടെ എന്ത് ചെയ്യും? ബോട്ടിങ് ചെയ്യും. കൊടൈക്കനാൽ സിറ്റി ഒന്ന് നോക്കാം. അതിനെല്ലാം എടുത്ത ഗൈസ്. ലെന റെഡിയാ ബോട്ടിങ്ങിന്? ഓ കണ്ണാടിയെല്ലാം ഇട്ടിട്ടാണ് ഓൾക്ക് റെഡിയാ? ഓ അതെല്ലാം പറഞ്ഞ് ബോട്ടിങ്ങിന്റെ വെള്ളച്ചാട്ടം കണ്ടോ? ഇങ്ങനെ എടുക്കണ എങ്ങനെ? ഓ ഇവിടെ വ്ളോഗ് എടുക്കുന്നു, ഞാൻ വ്ളോഗ് എടുക്കുന്നു. എല്ലാരും എൻട്രിയുടെ എൻട്രി എടുത്തതെല്ലാം ഷാനി എൻട്രിയില് ലൈഫ് ജാക്കറ്റ് ഇഷ്യൂഡ്. നമ്മൾ ജാക്കറ്റ് എടുത്ത് കാണാം. ഗൈസ് ബോട്ടിലാട്ടാണ്ടോ? അമേസിങ് ഗൈസ്. എല്ലാവരും ജാക്കറ്റ് എല്ലാം ഇട്ട് ബ്ലോഗർ ഇവിടെ ഗൈസ്. ഓരെല്ലാരും ഇപ്പൊ ടൈം എത്രയായി?
റൈഡ് സൂപ്പർ ആയിരുന്നു. ഇഷ്ടപ്പെട്ടിനാ ഇത്? ടോപ്പായിനാ? മോശമില്ല. We reached safely reached. സോരി, നമ്മ എടുത്ത ടിക്കറ്റിന് 600. അപ്പൊ ഇപ്പൊ 45 മിനിറ്റ്സിൽ എത്തിയെങ്കിൽ 45 മിനിറ്റ്സിൽ എത്തിയെങ്കിൽ 45 മിനിറ്റ്സിൽ എത്തിയാ പോരാ. അവിടെ ഒരു വെള്ളമുണ്ട്, വെള്ളം ആ ഒരു ടൈപ്പ് ഉണ്ട്. അത് അതിലേക്ക് കൊള്ളാണ്ട് നനയാണ്ട് നമ്മ റീച്ച് ആയെങ്കിൽ നമുക്ക് 300 റിട്ടേൺ കിട്ടും. 400 600 നല്ല വർത്തല്ലേ. സെറ്റ്. അങ്ങനെ നമ്മൾ റീഫണ്ട് വാങ്ങിക്കാൻ അത് കുപ്പിയിലാക്കി. ക്രിയേറ്റിവിറ്റി ഗൈസ്. അങ്ങനെ റീഫണ്ട് ആക്കാൻ പോയിന് നമ്മളെ സൂര്യ. ഇപ്പോൾ നമ്മൾക്ക് 300 റിട്ടേൺ കിട്ടും. സുനി ഗൈസ്, ക്യാരറ്റ് how much per one? ഗൈസ്, അങ്ങനെ നമ്മ ബോട്ടിങ് കഴിഞ്ഞിട്ട് കുറച്ച് പർച്ചേസിങ് ആക്കാൻ ഇറങ്ങി. കാർ വരുന്നുണ്ട്, വേഗം റോഡടം കിടക്കാം. ചോക്ലേറ്റ്സ് ഉണ്ട്. Guys, one. ഗൈസ്, അങ്ങനെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നല്ല പാങ്ങുണ്ടായിന്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്ട്രീറ്റിൽ പോയി കുറച്ച് സാധനമെല്ലാം നോക്കി. അങ്ങനെ നമുക്ക് പൈക്കുന്നുണ്ടായിന്. ഞാൻ ക്യാരറ്റ് മേങ്ങി, പിന്നെ മാഗി തിന്നാൻ വിചാരിച്ചു. 15 റുപ്പീസ്. അങ്ങനെ മാഗിയിൽ തിന്നു. ആൻഡ് നമ്മൾ നേരെ റൂമിലേക്ക് നമ്മളെ കൂട്ടാനും 2 ടീച്ചേഴ്സ് ഹായ് പറയൂ. പാരീസ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കൊടൈക്കനാൽ പാരീസ് ആ സ്റ്റാർ കണ്ടെങ്കിലേ നെട്ടിപ്പോവും. റാണിയാ നടക്കുന്നത് നോക്കൂ. ഗൈസ്, ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ആക്കി. ഇനി കാലെല്ലാം മുമ്പിൽ എടുക്കുന്നത് ഗൈസ്. ഇനി നെക്സ്റ്റ് വ്ളോഗ് നാളെ എടുക്കാം. നൈറ്റ് ഫുഡ് കഴിക്കാൻ എല്ലാവരും വന്നിട്ടുണ്ട്. സൂരി മന്തി റൈസ്, ഗീ റൈസ്, പിന്നെ പൊറോട്ട, കബാബ്, ഗ്രേവി. നീ എന്ത് തോന്നുന്നു? മന്തി റൈസ്. നീ മന്തിയാ? മന്തി റൈസ്, പൊറോട്ട, ചിക്കൻ ഫ്രൈ ആൻഡ് എന്തോ ഒരു കറി. എല്ലാരും സെയിം. അപ്പൊ ഫുഡെല്ലാം ആക്കി നേരെ റൂമിലൊക്കെ വന്ന്. അപ്പോ നാളെ വീട് വരുന്നവരേക്കും ബൈ.